സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം. തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര. യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോദ്ധാ ഗോപാലനന്ദനഃ. പാർത്തോ വത്സസുധീർഭോക്തഃ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേദ്രതജലാ ഗാന്ധാരനീലോപലാ. ശല്യഗ്രാഹവതീ കൃപേണ വഹിനീ കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി. സോതീർണാ ഖലു പാണ്ഡവൈരണനതി കൈവർത്തകഃ കേശവ. പാരശര്യവചസ്സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം. നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദേന ഹരഃ പേബീയമാനം മുദാ. ഭൂയാദ്ഭാരതപങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരം ആനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ. വേദൈः സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണം ദേവായ തസ്മൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഉപദേശിച്ച ഭഗവത്ഗീത ആണ് നമ്മൾ അനുസന്ധാനം ചെയ്തു വരണത്. അതിൽ ഒരു ജീവനെ എങ്ങനെ പക്വപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടു. പക്വമായ ഒരു ജീവൻ്റെ പ്രക്രിയകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. വാസ്തവത്തിൽ അവൻ അറിഞ്ഞതൊന്നും ശാശ്വതമായ പരിഹാരത്തെ അവന് കൊടുക്കണില്ല എന്ന് വന്നപ്പോഴേ ആ ജീവൻ ശരണാഗതി ചെയ്യലാണ്. ശരണാഗതി എന്ന വാക്കിന് അർത്ഥം തന്നെ ഒരാൾക്ക് അടിമപ്പെട്ടു പോവുക എന്നർത്ഥം. എന്തിനാ അടിമപ്പെട്ടു പോണതെന്ന് വെച്ചാൽ, എനിക്ക് ഇനി എൻ്റെ കഴിവ് കൊണ്ട് ഉയരാൻ സാധ്യമേ അല്ല. ഒരാൾ കൈപിടിച്ച് ഉയർത്താതെ എനിക്ക് ഉയരാൻ സാധ്യമല്ല. അതാണ് അടിമപ്പെടൽ എന്ന് പറയുന്നത്. പിന്നെ വി വിൽ ഗെറ്റ് ഫ്രീ അല്ലേ? നമ്മുടെ ഉത്തരവാദിത്വം മുഴുവൻ ഒരാൾക്ക് കൊടുത്താൽ വി വിൽ ബി ഫ്രീ. അതാണ് നമ്മുടെ സംസ്കാരം പറയണത്. സനാതനധർമ്മം പറയണത് അതാണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും.
അതുകൊണ്ട് ഭഗവാൻ ഈശ്വരൻ എന്ന നാമം, ഈട്ട് എന്ന നാമം, ഈശ്വരൻ എന്ന നാമം എന്താന്ന് വെച്ചാൽ സർവത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടുവരണമെന്നർത്ഥം. ഈശ്വരൻ സർവത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടുവരണു. എല്ലാത്തിൻ്റെയും കർത്തൃത്വബോധം ഈശ്വരനാണുള്ളത്. എല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും വിഡ്രോ ചെയ്യണം. ഞാനാണ് പിടിച്ചു വച്ചിരിക്കണത് എന്ന് പറഞ്ഞു. ഞാനാണ് പിടിച്ചു വച്ചിരിക്കണത് എന്ന് പറയണതിന് വിഡ്രോ ചെയ്താൽ മതി. ദാറ്റ് വിഡ്രോ ഈസ് ശരണാഗതി. നമ്മളേത് എന്ന് പിടിച്ചു വച്ചിരിക്കണമല്ലോ, ഇതെല്ലാം എൻ്റേതല്ല, ഈശ്വരൻ്റേത്. ഇപ്പം ശ്രീരുദ്രത്തിൽ നമകം എന്ന് പറയും. നമകം എന്ന് പറഞ്ഞാൽ ശരണാഗതിയും തന്നെ അർത്ഥം. നമസ്കാരം ചെയ്യുക. എങ്ങനെയാണല്ലോ ഭഗവാനെ നമസ്കാരം ചെയ്യണു? ധനുസ്സോടുകൂടി നിൽക്കുന്ന ഭഗവാന് നമസ്കാരം, അല്ലേ? കോപത്തോട് നിൽക്കുന്ന ഭഗവാന് നമസ്കാരം, കോപത്തിന് തന്നെ നമസ്കാരം. ഒരാൾക്ക് കോപം വന്നാൽ നമ്മൾ പോയി വീണ് നമസ്കരിച്ചു കൊടുക്കുക. ആ കോപത്തിൽ നമ്മൾ പ്രതികരിക്കാതെ ഇരുന്നാൽ അതൊരു അഴക്, അല്ലേ? പ്രതികരിച്ചാൽ എന്താ, നമുക്ക് മാനസികമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. മനസ്സിന് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള താപം വരും. ഏകനാഥസ്വാമികൾ എന്ന് പറഞ്ഞൊരു മഹാത്മാവ്, അദ്ദേഹം ദേഷ്യമേ അദ്ദേഹത്തിന് വരില്ല. അപ്പോൾ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൂട്ടങ്ങൾ, അല്ലേ, സമൂഹത്തിന് എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ കുറച്ച് കൂട്ടങ്ങൾ, ടെസ്റ്റർമാരുണ്ട്. ആളുകൾ കുറച്ചൊക്കെ അധ്യാത്മത്തിൽ പോയാൽ അവനൊക്കെ വല്ല അറിയാമോ എന്ന് നോക്കാൻ കുറച്ച് ടെസ്റ്റർമാർ കാണും, നിരീക്ഷകന്മാർ. ഇനി ലൗകികമായിട്ടുള്ള ജീവിതമാണെങ്കിൽ ഇവനിതൊക്കെ അറിയാമോ എന്ന് നിരീക്ഷിക്കാൻ കുറച്ച് പേര് കാണും. കുടുംബ ജീവിതമാണെങ്കിൽ കൂടെയും നിരീക്ഷിക്കാനോ ധർമ്മം പഠിപ്പിക്കാനോ ഒക്കെ ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലേ? അപ്പോൾ അതുപോലെ ഇത് നിരീക്ഷിച്ച് നിന്ന കുറച്ച് കുട്ടികൾ ഇതിനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ ഊണ് കഴിക്കുന്ന സമയത്ത് ഇവരെല്ലാം കയറി വന്നു. അപ്പോൾ ഈ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ശല്യപ്പെടുത്തി. ഇദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുകളിൽ ആനപ്പുറത്ത് കയറുന്നത് പോലെ ഇരുന്നിട്ട് കുറച്ച് കുട്ടികൾ അങ്ങനെ പോയപ്പോൾ ഇദ്ദേഹം പറയാണ്, സൂക്ഷിച്ച്, മേലെ ഒരു കുട്ടി ഇരിപ്പുണ്ട്, സൂക്ഷിച്ച് പോകണം എന്ന് ഭാര്യയ്ക്ക് ഉപദേശം. അപ്പോൾ ഇത്രയും അലങ്കോലമൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൂടെയും അദ്ദേഹത്തിന് ദേഷ്യമേ വന്നില്ല. ഒരു നാൾ ഇദ്ദേഹം ഗോദാവരി സ്നാനത്തിന് ഇദ്ദേഹം പോയപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്തു. ഇദ്ദേഹം കുളിച്ച് കയറി വന്നപ്പോഴേക്കും ഒരു തുപ്പി, വെറ്റില പാക്കെല്ലാം ഇട്ടിട്ട് ഒരു തുപ്പി, മുറുക്കി ഒരു തുപ്പി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു പോയി കുളിച്ചിട്ട് വന്നു. വീണ്ടും തുപ്പി, വീണ്ടും കുളിച്ചു, വീണ്ടും തുപ്പി, വീണ്ടും കുളിച്ചു. അങ്ങനെ 27 തവണ അദ്ദേഹത്തിന് തുപ്പി, വീണ്ടും കുളിച്ചു, വീണ്ടും കുളിച്ചു. ഇങ്ങനെ വന്നപ്പോൾ 27 തവണ ഇയാൾ ഇത് ആവർത്തിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതുവരയ്ക്കും ദേഷ്യം വരുന്നില്ല, ഇതൊരു മഹാത്മാവാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി വീണിട്ട്, എന്നോട് ക്ഷമിക്കണം, അങ്ങേ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണം, അങ്ങക്ക് ഇത്രയും ചെയ്തിട്ട് കൂടെയും അങ്ങക്ക് ദേഷ്യം ഒന്നും വന്നില്ലല്ലോ, ഒരു വിഷമവും വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നീ വലിയൊരു മഹാത്മാവാണ്. എൻ്റെ മുഖത്ത് തുപ്പിയില്ലേ, നീ വലിയൊരു മഹാത്മാവാണ്. എന്താണെന്ന് വെച്ചാൽ, നീ കാരണം എനിക്ക് 27 തവണ സ്നാനം ചെയ്യാൻ പറ്റി. 27 തവണ നീ കാരണം എനിക്ക് സ്നാനം ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരിക്കൽ കൂടി എൻ്റെ അടുത്ത് ദേഷ്യമോ വിദ്വേഷമോ ഒന്നും തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറുപടി. നീ 27 തവണ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ അത് ഓരോ തവണ കുളിച്ചപ്പോൾ ആ ചളിയിൽ പോയി. ഇനിയിപ്പോൾ നിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു വിദ്വേഷമായിട്ടുള്ളൊരു ചെളി എൻ്റെ ഉള്ളിൽ പുരണ്ട, അത് എത്ര ഗംഗയിൽ കുളിച്ചാൽ കൂടെ പോയില്ലാത്ത. നോക്കൂ, ഇതല്ലേ നമ്മൾ ചെയ്തു വച്ചിരിക്കണത്.
നമ്മുടെ ഉള്ളിൽ ഒരു താപം വരണു. ആ താപത്തെ ഇല്ലാതാക്കാൻ നമുക്ക് എത്ര പുറമെ ബാഹ്യവസ്തുക്കളായിട്ടുള്ള ഗംഗ, പ്രയാഗ്രാജോ, കുംഭമേളയോ എവിടെ പോയി കുളിച്ചാലും അതങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം അത് എവിടെ കുളിക്കണം? അത് ഏത് നദിയിൽ കുളിക്കണം? യേ തീർത്ഥാനി പ്രചരന്തി ശ്രീകാവന്തോ നിശങ്കിണഃ. നിസ്സംഗഭാവം വരണമെങ്കിൽ ഏത് തീർത്ഥത്തിൽ പോയി കുളിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനാകുന്ന തീർത്ഥത്തിൽ പോയി കുളിക്കാം. സദ്ഗുരു ആകുന്ന തീർത്ഥത്തിൽ പോയി മുങ്ങുക. ആ സദ്ഗുരുവായിട്ടുള്ള തീർത്ഥത്തിൽ എങ്ങനെയാണ് മുങ്ങേണ്ടതെന്ന് വെച്ചാൽ ശരണാഗതി ചെയ്യുക. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഉദ്ധവരെടുത്ത് പോലും കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്താന്ന് വെച്ചാൽ, എല്ലായിടത്തും എനിക്ക് ഈശ്വരനെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭഗവാനെ ഈശ്വരൻ എവിടെയാ ഞാൻ നമസ്കാരം ചെയ്യേണ്ടത്, എവിടെയാ ഈശ്വരൻ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 92 വയസ്സായ ഉദ്ധവൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ ഉപദേശം എന്താന്ന് വെച്ചാൽ, പ്രണമ്യാത് ദണ്ഡവത് ഭൂമൗ. ഈ ഭൂമി മുഴുവൻ, ഈ കാണപ്പെടുന്ന ഭൂമണ്ഡലം മുഴുവൻ ഞാനാണ്, അതുകൊണ്ട് വീണ് നമസ്കരിച്ചോളാം. ഇപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറ് പറയും, 92 വയസ്സായ ഒരു ഉദ്ധവന് ഭഗവാൻ കൊടുത്ത ശിക്ഷ നോക്കൂ. ഈ 92 വയസ്സിലെ എക്സർസൈസാണ്. വീണ് നമസ്കരിച്ചോളാം. ഇവിടുത്തെ പുൽക്കുടികളും എല്ലാം ഈശ്വരൻ തന്നെയാണ് അല്ലേ? എങ്ങനെയാ എല്ലായിടത്തും വീണ് നമസ്കരിക്കാൻ? എന്താ അതിൻ്റെ ലോജിക് അല്ലേ? എല്ലാവർക്കും ഇപ്പം ലോജിക്ക് വേണമല്ലോ. എല്ലായിടത്തും പോയി ഈശ്വരനെ കാണണമെങ്കിൽ ഒരു ലോജിക്ക് വേണം. എന്താന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്ക്, ഇവിടെ ഉള്ള ഒന്നിനെയും എനിക്ക് വാസ്തവത്തിൽ അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം എന്നെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാഠം ഞാൻ വീണ് നമസ്കരിച്ച് വാങ്ങിച്ചുകൊള്ളാം ഭഗവാനെ. അപ്പം ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാവും അറിഞ്ഞത് മാതിരി അല്ലേ? ഏതൊന്നിനെ അറിഞ്ഞാൽ ഞാൻ സർവജ്ഞനാവും. ഏതൊന്നിനെ അറിഞ്ഞാൽ ഞാൻ വേറൊന്നും അറിയാൻ ഇനി ബാക്കിയില്ല. കസ്മിന്നു ഭഗവോ വിജ്ഞാതം സർവമിതം വിജ്ഞാതം ഭവതീതി. എന്തറിഞ്ഞാലാണോ എനിക്ക് സർവത്തിനെയും അറിഞ്ഞതായിട്ടുള്ളത്, ആ വിദ്യ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ. ഗുരുവിൻ്റെ അടുത്ത് പോയി പരിപ്രശ്നം ചെയ്ത് വാങ്ങണം. അതിന് ഫസ്റ്റ് നമ്മൾ എന്താ ആവേണ്ടത്? പക്വമാവണം. നമ്മൾ പാകപ്പെടണം. നമ്മൾ പാകപ്പെട്ടാൽ അല്ലേ, ആദ്യം ഒന്ന് പരിപാകപ്പെട്ടു വന്നാൽ, എന്താ പരിപാകപ്പെടൽ എന്ന് പറഞ്ഞാൽ, എന്താണോ എനിക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്, എന്താണോ എനിക്ക് ദുഃഖത്തിന് കാരണമായി നിൽക്കുന്നത്, ആ പോയിന്റ് നമുക്കറിയണം. ഇനി ഇതിനൊരു വഴി അറിയാവുന്നുള്ള ആളെടുത്ത് പോയി നമ്മൾ സമീപിക്കണം അല്ലേ? ആ ദുഃഖം ലവലേശം ബാധിക്കാത്ത ഒരാൾക്കേ നമുക്ക് ദുഃഖമില്ലാത്ത അവസ്ഥയെ തരാൻ പറ്റുള്ളൂ അല്ലേ? അശാന്തി പൂണ്ടിരിക്കണവന് നമുക്കെങ്ങനെ ശാന്തി തരാൻ പറ്റും അല്ലേ? ശാന്തചിത്തനായിരിക്കണ ഒരു ഗുരുവിന് മാത്രമേ ശിഷ്യന് ശാന്തിയെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് നമുക്കില്ലല്ലേ? ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പലവ്യഞ്ജനം പ്രൊഫഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ എന്ത് അവൈലബിൾ അത് വാങ്ങിക്കാം. അപ്പോൾ അതാത് വിദ്യ ആരുടെ അവൈലബിൾ ആയിട്ടുണ്ടോ അവരുടെ അടുത്ത് പോയി ചോദിക്കുക. ഇവിടെ കൃഷ്ണൻ ഈസ് എക്സ്പേർട്ട് അല്ലേ? അനുഭവത്തിലൂടെ നേടിയിരിക്കണു കൃഷ്ണൻ അല്ലേ? ബ്രഹ്മവിത്തായിട്ടുള്ള കൃഷ്ണനോട് പോയി വീണ് നമസ്കരിക്കണു. ഇൻഫാക്റ്റ് അർജുനൻ ചോദിക്കണത് ആത്മവിദ്യയാണ്. കാരണം വേറെ വിദ്യകളെല്ലാം അർജുനൻ അറിയാം. ആ വിദ്യകളൊന്നും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധസമയത്ത് ഉപയോഗപ്പെട്ടതേ ഇല്ല. അതുകൊണ്ട് അർജുനന് കൃത്യമായിട്ട് അർജുനൻ്റെ പ്രോബ്ലം മനസ്സിലായി. ദാറ്റ് ഈസ് അജ്ഞാന. അതാണ് കൃപണദോഷം, കാർപ്പണ്യദോഷം. കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം. ആ പരമാർത്ഥമായിട്ടുള്ള വിദ്യ അല്ലെ? ബ്രഹ്മസൂത്രം ആരംഭം പോലും അതാതു ബ്രഹ്മജിജ്ഞാസഃ. ഇനി എനിക്ക് ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ ഇതുവരേക്കും ഞാൻ അറിഞ്ഞതിനെ
എനിക്ക് ഈ ലോകത്ത് ആവശ്യമേ ഇല്ല അത്. അതുകൊണ്ട് എനിക്ക് ഒരു ഫലവുമില്ല. ഇനി ഫലവത്തായ ഒന്നിനെ ഞാൻ ആഗ്രഹിക്കണു. അതാതു ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അറിയണം. ഒരു ജിജ്ഞാസ ഉള്ളിൽ വന്നു. എന്തുകൊണ്ട് വന്നു? അജ്ഞാനം കൊണ്ട് വിഷമിക്കുന്നത് കൊണ്ട് വന്നു. അജ്ഞാനത്തിൽ ഞാൻ ഇതെല്ലാം ആണെന്ന് കരുതുന്നു. ശങ്കരാചാര്യർ കൂടെ പറയണു, ന വർണ്ണ ന വർണ്ണാശ്രമാചാരധർമ്മ നമേ ധാരണാധ്യാന യോഗാതയോപി അനാത്മാശ്രയാഹം മമാദ്യാസഹാനാത് തതേകോവശിഷ്ട ശിവക്കേവലോഹം. എന്താ പറയണതെന്ന് വെച്ചാൽ, ന ധർമ്മ ന വർണ്ണ ന വർണ്ണാശ്രമാചാരധർമ്മ, ഞാൻ ഒരു വർണ്ണത്തിലും പെട്ടതല്ല. നോക്കൂ, ഭഗവത്ഗീതയുടെ കൂടെ അതും കൂടെ ചേർത്ത് നോക്കൂ. വർണ്ണസങ്കരകാരകൈഹി, എനിക്ക് വർണ്ണസങ്കരം വന്നു പോകുമെന്ന് പറയണു അല്ലേ. നമ്മുടെ രാജ്യം, നമ്മുടെ നാട് മുഴുവൻ വർണ്ണസങ്കരപ്പെട്ടു പോകും, എൻ്റെ കുലം നശിച്ചു പോകും. അർജുനൻ പറയാണ്. ഇവിടെ ശങ്കരാചാര്യർ പറയണു, കുലമോ ദാറ്റ് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ, നിന്റെ സ്വരൂപമേ അല്ല. അത് നിന്റെ സ്വരൂപമേ അല്ല. നവർണ ന വർണ്ണാശ്രമാചാരധർമ്മ, എൻ്റെ വർണ്ണാശ്രമത്തിൽ ഞാൻ എന്തെന്ത് ആചാരമാണോ അതൊന്നും ഞാനല്ല അല്ലേ. ഇതെല്ലാം എനിക്ക് വഴികാട്ടിയ, ഇതെല്ലാം വേണ്ടാന്നല്ല. വർണ്ണാശ്രമ ആചാരങ്ങളൊക്കെ എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ വെറും വഴികാട്ടി മാത്രമാണ്, പരമാത്മമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടി മാത്രമാണ്. അപ്പോൾ ആ വഴികാട്ടി ഞാനല്ല ഇല്ലേ. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് ഒരു സ്ഥലത്ത് ബോർഡ് വെച്ചിരിക്കണം. ഈ ബോർഡ് തിരുവനന്തപുരമാണോ? ആ ബോർഡ് കുറിക്കണ ലക്ഷ്യം തിരുവനന്തപുരമാണ്. ഒരു ആരോ മാർക്ക് കൂടെ കാണും അല്ലേ. പ്രണവോ ധനുഹു ശരൈഹി ആത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യത്തെ. ആ വഴികാട്ടിയാണ് പ്രണവം. അതാണ് അനുഷ്ഠാനം അല്ലേ. പ്രണവമാണ് അനുഷ്ഠാനം. ഇപ്പോൾ ഗായത്രി കൂടെ ആരംഭിക്കുമ്പോൾ പ്രണവത്തിനെ തൊട്ടാണ് ആരംഭം. ഋഷിഫ് ബ്രഹ്മ ദേവി ഗായത്രി ഛന്ദ പരമാത്മാ ദേവത അല്ലേ. പ്രണവം എന്താന്ന് വെച്ചാൽ വഴികാട്ടിയാണ്. ആ പ്രണവത്തിൻ്റെ ലക്ഷ്യാർത്ഥം സാക്ഷാത് ഈശ്വരനാണ് അല്ലേ. പ്രണവത്തിൻ്റെ ലക്ഷ്യാർത്ഥം ആരാ? ഈശ്വരൻ. അപ്പോൾ വഴികാട്ടിയാണത്. ന വർണ്ണാശ്രമാചാരധർമ്മ, പക്ഷെ ആ വഴികാട്ടി ഞാനല്ല. നമേ ധാരണാധ്യാന യോഗാതയോപി. ഒരുപാട് പേര് വിചാരിച്ചിരിക്കണം മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്വരൂപമേ ഉള്ളൂ എന്നാണ്. സ്വരൂപം സദാ ഉണ്ട്. പക്ഷെ സദാ നമ്മൾ ആ അവസ്ഥയെ റെക്കഗ്നൈസ് ചെയ്യണില്ല. ഞാൻ ഉണ്ട് എന്നുള്ളൊരു സർവജ്ഞഭാവം, എല്ലാത്തിനെയും അറിയപ്പെടുന്ന പൊരുൾ, എല്ലാം അറിയാൻ നമുക്ക് എന്തൊരു വസ്തു ഉണ്ടോ ആ വസ്തുവിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണില്ല. അറിവ് മാത്രമായിരിക്കണം നമ്മൾ. അപ്പോൾ മെഡിറ്റേഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് നിൻ്റെ സ്വരൂപം ഇതാണ് എന്ന് കാണിച്ചു തരുന്നു. സുഖം ഇവിടെയാണ്, ഒന്നും ചെയ്യാതെ നിനക്ക് സുഖം ഉണ്ടെന്ന് ഉറക്കം, മെഡിറ്റേഷനൊക്കെ കാണിച്ചു തരുന്നു. പക്ഷേ ആ ഉറക്കം ഞാനല്ല, മെഡിറ്റേഷൻ ഞാനല്ല. നമേ ധാരണ, ഞാൻ എന്തെങ്കിലും ഒരു ധാരണ വെച്ചിട്ടാണല്ലോ മെഡിറ്റേഷൻ ചെയ്യണത് അല്ലേ. അപ്പോൾ കേനോപനിഷത്തിൽ തന്നെ ഗുരു ചോദിക്കും, ഏതെങ്കിലും ഒരു രൂപത്തിലാണോ നീ ബ്രഹ്മകൽപ്പന ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. അങ്ങനെ ആണെങ്കിൽ ദഭ്രമേവപി, അത് ദഭ്രം ദഹരമാണ്, കുറച്ച് അല്പം, അത് അല്പജ്ഞാനമാണ്. ഏതോ ഒരു രൂപത്തിൽ നീ കൽപ്പിച്ചിരിക്കുന്നത്. നമ്മളോ മൂർത്തിഭേദ വിഭാഗിനെ, ആ മൂർത്തിഭാവം, ആ രൂപഭാവം പോയാൽ ആ ശാശ്വതമായ പരിഹാരം, ശാശ്വതമായ വസ്തു അവിടെ ഉണ്ട്. അപ്പം മൂർത്തിഭേദം പോകണം അല്ലേ. നമേ ധാരണ ധ്യാന യോഗാദയോപി, യോഗ ചെയ്താലും എൻ്റെ സ്വരൂപമല്ല. യോഗ എന്ത് ചെയ്യണു? യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി അത് ഇല്ലാതാക്കി തരണം. ഇപ്പോൾ ഉള്ള യോഗയൊക്കെ ചിത്തവൃത്തിക്ക് വേണ്ടി ഇല്ലാതാക്കാനാണോ ആളുകൾ പോകണമെന്ന് ചോദിച്ചാൽ അതും ഒരു ചിത്തവൃത്തി കൊണ്ട് പോകണമെന്നല്ല. അതല്ലേ, യോഗ ചെയ്താൽ എനിക്ക് നല്ല ബലവത്തായ ശരീരം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും, ഒരുപാട് കാലം യൗവനത്തിനെ നിലനിർത്താം ഇല്ലേ. ഈ ഒരു ചിത്തവൃത്തിയും കൊണ്ടാണ് യോഗയ്ക്ക് പോണത്. പക്ഷെ യഥാർത്ഥ മാസ്റ്റർ എന്ത് ചെയ്യും? സാക്ഷാത് യോഗം അല്ലേ. ഈ ഭഗവത്ഗീതയ്ക്ക് കൂടെ
യോഗ എന്നാണ് പേര്. എന്ന് വെച്ചാൽ യോഗം എന്ന വാക്കിന് അർത്ഥം മനസ്സിനെ അന്തര്യാമിയിലേക്ക് എപ്പോൾ തിരിപ്പിക്കണോ അതാണ് യോഗം. ചിത്തവൃത്തി എന്ന് പറയുന്നത് സംസാരമാണ്. മനസ്സ് വെളിയിലേക്ക് ബഹിർമുഖത്തിലേക്ക് പോണതിനെയാണ് സംസാരം എന്ന് പറയണത്. മനസ്സ് അന്തർമുഖത്തിലേക്ക് വരണതിനെയാണ് യോഗം എന്ന് പറയണത്. ദാറ്റ് പ്രോസസ് ഇറ്റ്സ് നോട്ട് മീ. യോഗ ഞാൻ യോഗവുമല്ല. അനാത്മാശ്രയം, ഇതാണ് നമ്മളെ ഭൂരിഭാഗം ഉള്ളത്. അർജുനൻ കൂടെ ഇവിടെയാണുള്ളത്. എന്താണെന്ന് വെച്ചാൽ അനാത്മാവിനെ പോയി ആശ്രയിക്കുന്നത്. ദാറ്റ് ഈസ് കാർപ്പണ്യദോഷം. ഇതാണ് ശങ്കരാചാര്യർ ദശശ്ലോകിയിൽ ഗുരുഗോവിന്ദര മുമ്പിൽ പോയിരുന്നു പറഞ്ഞത്. എന്താ? അനാത്മാശ്രയം. ഞാൻ എൻ്റേത് എന്ന് വിചാരിച്ചിരിക്കണല്ലോ, ഇതൊക്കെയാണ് അനാത്മാവ്. ഈ ആശ്രയം നമുക്ക് എന്തു ബലത്തെ തരും എന്ന് വെച്ചാൽ ക്ഷുദ്രഫലം. ശിവാനന്ദ ലഹരി കൂടെ ശങ്കരാചാര്യർ പറയുന്നു, സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഹ ക്ഷുദ്രഫലദാഹ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം. അത് ശങ്കരാചാര്യർ ആ ക്ഷുദ്രഫലത്തിനെ സ്വപ്നത്തിൽ പോലും കരുതണില്ല. അത് സ്വപ്നത്തിൽ കൂടെ വച്ചിരിക്കാൻ പാടില്ല. അത് അജ്ഞാനദോഷം സ്വപ്നത്തിൽ കൂടെ പാടില്ല. എന്താ സ്വപ്നത്തിൽ കൂടെ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വപ്നം കുറച്ചുകൂടെ സുവ്യക്തമായിട്ട് നമുക്ക് ഏകമേവ അദ്വിതീയം എന്ന് ലെക്ചർ തരണം, എന്ന് ഡെമോൺസ്ട്രേഷൻ തരണം. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കണു, നിങ്ങളെയൊക്കെ എനിക്ക് കാണാം. ഇല്ല, ഇപ്പം നിങ്ങളിരിക്കണു, ഇപ്പോൾ വീഡിയോയിലൂടെ കാണാം. ഇല്ല, നിങ്ങൾക്കിവിടെ ഇരിക്കണവർക്ക് എന്നെ കാണാം, ഇല്ലേ? ഇതേ സമയത്ത് അങ്ങോട്ട് ഉറങ്ങിപ്പോയാൽ സ്വപ്നത്തിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ കാണും. ഈ ക്യാമറ സ്വപ്നത്തിൽ കാണും, ഫാൻ കാണും, ഇതെല്ലാം സ്വപ്നത്തിൽ കാണും. സ്വപ്നത്തിൽ ഇതെല്ലാം ഞാനായി തന്നെ ഇരുന്നു, അല്ലേ? വലിയൊരു അദ്വൈത ഡെമോൺസ്ട്രേഷനാണ് അത്. വലിയൊരു ഡെമോൺസ്ട്രേഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാണപ്പെടുന്ന ഈശാവാസ്യം ഇതം സർവം. പക്ഷേ അതിൽ കൂടെ സ്വപ്നേന മന്യേ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ കൂടെയും ഈ പറഞ്ഞു തരണതാണ് ഞാൻ എന്നൊരു അധ്യാസം വരണു, അല്ലേ? ഒരു അജ്ഞാനം വരണു. ദാറ്റ് ഈസ് കാർപ്പണ്യദോഷം, മമത. ആ മമതയാണ് ഇവിടെ അർജുനന് വന്നിരിക്കുന്നത്. അനാത്മാശ്രയാഹം മമാധ്യാസഹാനാഥ്. അത് തന്നെയാണ് എൻ്റെ അധ്യാസം. അധ്യാസം എന്ന് പറഞ്ഞാൽ കയറിൽ പാമ്പിനെ കാണൽ, അജ്ഞാനം കൊണ്ട് ഇല്ലാത്ത പൊരുളിനെ കാണൽ, ഉള്ള പൊരുളിനെ കാണാതിരിക്കൽ. ഇല്ലാത്ത പൊരുൾ എന്താ? ഈ ശരീരം. എന്താ അത് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു നാളേക്ക് അത് ഇല്ലാതായി പോവും. ഡെയിലി ഡീപ്പ് സ്ലീപ്പിൽ ശരീരമില്ല, സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല. പക്ഷേ ഇല്ലാത്ത ഈ ശരീരത്തിനെ ഞാൻ ഉണ്ടെന്ന് കരുതണു, അല്ലേ? ഇല്ലാത്ത ശരീരത്തിനെ ഞാൻ എൻ്റെ അധ്യാസം കൊണ്ട്, അജ്ഞാനം കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നു, അല്ലേ? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മാവൻ, എൻ്റെ ഗുരുനാഥൻ. ഇല്ലാത്ത ശരീരം വെച്ചിട്ട് നമ്മൾ അവർക്കൊരു പേര് കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഗുരുനാഥൻ, ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പല നാമരൂപങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ വസ്തു എന്താ? കടലിൽ തിരമാല പോലെ, ചുഴി പോലെ, അല പോലെ വസ്തു മാറ്റമില്ലാതെ ശുദ്ധ ചൈതന്യമായിട്ടിരിക്കണു. വെള്ളം എന്ന പോലെ ശുദ്ധ ചൈതന്യമായിട്ട് വസ്തുവുണ്ട്. പക്ഷെ വസ്തുവിനെ ഞാൻ കാണണില്ല. ഇല്ലാത്ത അവസ്തുന, വസ്തു അല്ലാത്തതിനെ, വസ്തുതയില്ലാത്തതിനെ, അങ്ങനെ തന്നെ പറയണം. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു നാളേക്ക് ഇല്ല. അത് ഇന്നുണ്ട്, നാളെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇന്നിപ്പോൾ നിമിഷമേ ഉള്ളൂ. ഉറങ്ങിപ്പോയ ശരീരമില്ല. മനസ്സ് ചിത്തവൃത്തികൾ വന്ന ശരീരമില്ല. അപ്പോൾ ആ അധ്യാസത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ തദേകോവശിഷ്ട ശിവക്കേവലോകം. പിന്നെ മംഗളകരമായിട്ടുള്ളൊരു വസ്തു മാത്രമേ ഉള്ളൂ, ശുദ്ധ ചൈതന്യം മാത്രമേ ഉള്ളൂ. ദാറ്റ് ചൈതന്യം ഇറ്റ് സെൽഫ് ഈസ് ശിവ. ദാറ്റ് ചൈതന്യം ഇറ്റ് സെൽഫ് ഈസ് മംഗളകരം. അതാണ് എൻ്റെ സ്വരൂപം. ദാറ്റ് ഈസ് മീ. അപ്പോൾ എന്നെ അറിയില്ല, അതുകൊണ്ടാണ് അജ്ഞാനം. അതുകൊണ്ട് ഇവിടെ പറയാണ് കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവഃ. ഈ ധർമ്മം എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല അത്രേ. പൃച്ഛാമിത്വാം ധർമ്മസമ്മൂഢചേതാഃ. ഇപ്പോൾ എനിക്ക് എന്താ ധർമ്മം എനിക്കറിയില്ല. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ധർമ്മത്തെ ഉപദേശിക്കൂ ഭഗവാനെ എന്ന് പറയണം.
അല്ലെ? ധർമ്മത്തിൻ്റെ ലെക്ചർ, നെടുനീള ലെക്ചർ കൊടുത്ത അർജുനൻ പറയാണ്, ഭഗവാനെ എനിക്ക് ധർമ്മത്തിന് ഉപദേശിക്കൂ, ഞാൻ ധർമ്മസമ്മൂഢനായിട്ടിരിക്കുകയാണ്. മൂഢമതേ അല്ലേ? ശങ്കരാചാര്യര് എന്താ പറഞ്ഞത്? മൂഢമതേ, ഗോവിന്ദം ഭജ മൂഢമതേ. എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭഗവത്ഗീത ആരാ പറഞ്ഞത്? ഗോവിന്ദൻ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പരമാത്മ വിഷയം തരണമെന്നർത്ഥം. ആ ഗോവിന്ദനോട് പോയിട്ട് ഭഗവത്ഗീത ചോദിക്കൂ, കേട്ട് മനസ്സിലാക്കൂ. ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ എനിക്കിപ്പോൾ മൂഢം വന്നിരിക്കുന്നു അല്ലെ, മൂഡ് ഔട്ട് വന്നിരിക്കുന്നു അല്ലേ? ധർമ്മസമ്മൂഢനാവുമ്പോൾ എനിക്ക് മൂഡ് ഔട്ട് വരണം. അപ്പം ഇതെനിക്ക് വന്നിരിക്കണു ഭഗവാനെ, അതുമാത്രമാണോ എനിക്ക് വേണ്ടത്? എനിക്ക് ധർമ്മം മാത്രമല്ല വേണ്ടത്. യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി. എനിക്ക് എന്താണോ ശ്രേയസ്കരം. ശ്രേയസ് എന്ന വാക്കിന് ആത്മാന്ന് തന്നെ അർത്ഥം. ഏതാണോ ശ്രേയസ്കരമായിട്ടിരിക്കണത്, ഏതാണോ മംഗളമായിട്ടിരിക്കണത്, യാതേ രുദ്രശിവാതനൂ അല്ലേ? ഏതൊരാണോ മംഗളമായ ശരീരമായിരിക്കണം, ശ്രേയസ്സായിട്ടിരിക്കണത്, അതിനെ ബ്രൂഹി, എനിക്ക് പറഞ്ഞു തരൂ. മേ ബ്രൂഹി. എങ്ങനെ പറഞ്ഞു തരണം എന്ന് വെച്ചാ, ഞാൻ നിന്നിൽ ശരണാഗതിയായിരിക്കണോ. ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. ഞാൻ നിന്റെ ശിഷ്യനായിരിക്കണു ഭഗവാനെ. ഇന്നു മുതൽ ഇതുവരയ്ക്ക് നീ എനിക്ക് സഖാവാണ്. ഇനി നീ എനിക്ക് മാർഗം ഉപദേശിക്കാനുള്ള പരമോന്നതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുരുവാണ് ഭഗവാനെ. എനിക്ക് ഉപദേശിക്കൂ ഭഗവാനെ. യത് ശ്രേയഃ. ശ്രേയസ് എന്ന് പറയുന്നത് ആരാണോ സ്വരൂപനിഷ്ഠമായിട്ടിരിക്കുന്നത്, ദാറ്റ് ഈസ് ശ്രേയസ്. ചിത്തത്തിൻ്റെ അന്തർമുഖതയാണ് ശ്രേയസ് എന്ന് പറയുന്നത്. രണ്ട് മാർഗമുണ്ട്, ശ്രേയോ മാർഗം, പ്രേയോ മാർഗം അല്ലേ? പ്രേയോ മാർഗം, ഭക്തിയൊക്കെ പ്രേയോ മാർഗമാണ്. എന്ന് വെച്ചാൽ വെളിയിൽ പോയി ഏതോ ഒരു പൊരുളിൻ്റെ അടുത്ത് നമുക്ക് ഒരു പ്രിയം, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലേ? പ്രേയോ മാർഗമാണ്. പക്ഷേ വാസ്തവത്തിലെ ഭക്തി ശ്രേയോ മാർഗത്തിൽ തിരിച്ചുവിടും. ശാശ്വതമായ പൊരുളിനോടുള്ള ഭക്തി ശ്രേയോ മാർഗത്തിലേക്ക് നമ്മളെ അന്തർമുഖമാക്കി വിടും. അശാശ്വതമായിട്ടുള്ള അനാത്മാക്കളോടുള്ള പ്രീതി, അറ്റാച്ച്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ദുരിതം തരും. എന്താ ദുരിതം എന്ന് പറഞ്ഞാൽ, നമ്മളെ സംസാര ചക്രത്തിലിട്ട് ചുഴറ്റും. അതാണ് ദുരിതം, ദുഃഖം, ക്ഷുദ്രഫലം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഭക്തി. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ, ശങ്കരാചാര്യരെ പറയണു, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. സ്വസ്വരൂപത്തെ ആരനുസന്ധാനം ചെയ്യണോ, അവനവൻ്റെ സ്വരൂപത്തെ ആര് നിത്യനിരന്തരമായിട്ട് ഇടവേളയില്ലാതെ അനുസന്ധാനം ചെയ്യണോ, ഇടർ ഒടുങ്ങുമേ. ഇടവേളയില്ലാതെ അനുസന്ധാനം ചെയ്യണോ, അവനാണ് വാസ്തവത്തിൽ ഭക്തി ചെയ്യണത് അല്ലേ? ഒരു സൈഡ് ഭക്തി, ഒരു സൈഡ് ജ്ഞാനം. ആത്മാവിനോടുള്ള ഭക്തിയെ, പ്രിയത്തെയാണ്, അറ്റാച്ച്മെൻറ്റിനെയാണ് ഭക്തി എന്ന് പറയണത്. ആത്മാവിനെ അറിയലാണ് ജ്ഞാനം എന്ന് പറയണത്. അതുകൊണ്ട് ശ്രേയം എന്ന് പറയണത് ജ്ഞാനം എന്ന് തന്നെ അർത്ഥം. ശ്രേയസ്കരമായിട്ടുള്ളത് ആത്മാവാണ്, ആത്മാവിനെ അറിയലാണ് ജ്ഞാനം. അപ്പോൾ എനിക്ക് ശ്രേയസ്സായിട്ടുള്ള കാര്യത്തെ ഉപദേശിക്കൂ കൃഷ്ണ. എനിക്ക് എന്താ ശ്രേയസ്? അത് കൃഷ്ണ നീ തന്നെ എനിക്ക് പറഞ്ഞു തരൂ. പ്രേയസ് എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് പോണു. ഇപ്പം ഞാൻ പ്രേയസ്സായിട്ടിരിക്കുകയാണ്. വെളിയിൽ ഞാൻ എല്ലാത്തിനെയും വിശ്വസിച്ചിരിക്കണു. പക്ഷേ കൃഷ്ണ എനിക്ക് നീ ഇപ്പോൾ ഉപദേശിക്കൂ, ശ്രേയസ്കരമായിട്ടുള്ള വിദ്യ ഉപദേശിക്കൂ എന്ന് കൃഷ്ണൻ്റെ അടുത്ത് പക്വയായിട്ടുള്ള അർജുനൻ ഇവിടെ കൃഷ്ണനോട് ഉപദേശം വാങ്ങുകയാണ്. അങ്ങനെ ഭഗവാനോട് അടുത്ത പറയാണ്, ഭഗവാനെ ശരണാഗതി ചെയ്തിരിക്കണോ ഭഗവാനെ. എന്താ ശരണാഗതിക്ക് കാരണം എന്നറിയോ? ഞാൻ ഒരിടത്തും നല്ലതിനെ കാണണില്ല. കാണണതൊന്നും എനിക്ക് ദുഃഖം അല്ലാതെ വേറൊന്നും തരണില്ല. നഹി പ്രപശ്യാമി മമാപനുധ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം
അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം നഹി പ്രപശ്യാമി മമാപനുധ്യാത് യച്ഛോകം ഉച്ചോഷണമിന്ദ്രിയാണാം. എൻ്റെ ശോകത്തെ ഇല്ലാതാവണതായിട്ടുള്ള, എൻ്റെ ശോകത്തെ ഇല്ലാതാക്കാനുള്ള മാർഗം എൻ്റെ മുമ്പിൽ തെളിയണില്ല ഭഗവാനെ. ഏതൊന്നാണോ എനിക്ക് ശോകം തന്നുകൊണ്ടിരിക്കണത്, ആ ശോകത്തിനെ എനിക്ക് ഇല്ലാതാവാനുള്ള വഴി എൻ്റെ മുമ്പിൽ തെളിയണില്ല. ഞാനൊന്നും കാണണില്ല. അഹം ന പശ്യാമി, ഞാൻ കാണണില്ല. അവാപ്യ ഭൂമാ വസപത്നുമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഇനി സ്വർഗത്തിൻ്റെ അധിപനാക്കാന്ന് പറഞ്ഞാൽ കൂടെയും എൻ്റെ ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടണതായിട്ടുള്ളത് ഉച്ചോഷണം, ഇന്ദ്രിയാണാം ഉച്ചോഷണം, ഇന്ദ്രിയങ്ങളെ ഉണക്കി വരട്ടണതായിട്ടുള്ള, അല്ലെ വരട്ടായിട്ടുള്ള, വിഷമാവസ്ഥയിലായിട്ടുള്ള എൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ഈ ദുർബലമായിട്ടുള്ള അവസ്ഥ, ശ്രേയസ്കരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയ ഈ അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് സ്വർഗത്തിൻ്റെ അധിപനായാൽ കൂടെ എനിക്ക് ആവശ്യമില്ല. എനിക്കിനി ശ്രേയോ മാർഗം പറഞ്ഞു തരൂ ഭഗവാനെ. ഉപാധികൾ കൊണ്ടൊന്നും എനിക്ക് ഇനി രക്ഷയില്ല. ഒരു ജീവൻ പലതരത്തിലുള്ള പരിഹാരങ്ങൾ കാണും. അപ്പോൾ അല്പ പരിഹാരങ്ങൾ വെളിയിലെ എക്യുപ്മെൻസിലൂടെ, ഉപാധിയിലൂടെ കാണും. ബുദ്ധിയിലൂടെ പല പരിഹാരങ്ങളും കാണും. പക്ഷെ വാസ്തവത്തിൽ ഈ പരിഹാരങ്ങളൊന്നും ശാശ്വതമായ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കണില്ല, സുഖം തരണില്ല എന്ന് കാണുമ്പോൾ ശ്രേയമായിട്ടുള്ള വഴി ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു പോകും. അല്ലാത്ത പക്ഷം എന്താ, ഒന്നിൽ സുഖമില്ല, മറ്റൊന്നിൽ ചാടാൻ ആർക്കും ക്ലാസ് വേണ്ട, ഭഗവത്ഗീത വേണ്ട, ഭഗവാൻ വേണ്ട, അല്ലേ? ഈ കാര്യത്തിൽ ഒരു കാര്യത്തിൽ പോയി നമ്മൾ തൊട്ടു, ചൂടടിച്ചു, ഇനി മാറാൻ വേറെ ഭഗവാൻ വേണ്ട. സ്വയമേവ നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ അത്ര സുഖമില്ല, അടുത്ത വസ്തുവിൽ പോയി ചാടും. അത് ഒരു ക്ലാസ്സുമില്ലാതെ തന്നെ നടക്കും. പക്ഷേ എല്ലാം എനിക്ക് ദുഃഖം തന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ കാണപ്പെടുന്ന മുഴുവൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ മൊത്തം ചുഴറ്റി പിഴിഞ്ഞ് ഉണക്കണതായിട്ടുള്ള ഈ ദുഃഖത്തെ തരണമല്ലോ ഭഗവാനെ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആവശ്യം ശ്രേയപദമാണ്, ശ്രേയമായിട്ടുള്ള വസ്തുവാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഒരു ജീവൻ പക്വപ്പെട്ടതിനുള്ള ലക്ഷ്യമാണത്. ഇനി എനിക്ക് ഉയർന്ന വിദ്യയെ അറിയണം, ഇനി ഉയർന്ന വിദ്യയെ എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഉള്ളിൽ വന്നിരിക്കണം. അല്ലേ, ദാഹിക്കാത്തവന് എത്ര വെള്ളം കൊടുത്തിട്ടും കാര്യമില്ല. എന്നാൽ ദാഹിക്കണ ഒരുത്തന് വെള്ളം കൊടുത്താൽ ആ വെള്ളത്തിന് ഒരു പ്രത്യേക രുചി വരും. അല്ലേ, ഇതുവരേക്കും നമ്മൾ അല്ലേ ബ്രഹ്മസൂത്രത്തിൽ പോലും പറയണത്, അനുകൂല അവസ്ഥയിൽ അടുത്ത് പോയി നിൽക്കുക, പ്രതികൂല അവസ്ഥയിൽ ദൂരെ പോയി നിൽക്കുക. മൃഗങ്ങൾ ഏത് അവസ്ഥ കാണിക്കണോ അത് തന്നെയാണ് മനുഷ്യരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അനുകൂലം എന്ന് പറഞ്ഞാൽ, ഒരു പശുവിനെ ഒരു പുല്ല് കാണിച്ച് വിളിച്ചാൽ ഈ പശു അടുത്തേക്ക് വരും. അതേസമയം ഒരു വടിയെടുത്താൽ ഈ പശു ഓടും. അല്ലേ, ഒരു പട്ടിയൊക്കെ പോയാൽ ഒരു കല്ലിങ്ങനെ എടുക്കുന്നത് പോലെ കാണിച്ചാൽ പട്ടി ഓടും. കുറച്ച് ചോറൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി സ്നേഹത്തോടെ വിളിച്ചാൽ ഈ പക്ഷി അകത്തേക്ക് വരും, അടുത്തേക്ക് വരും. അല്ലേ, ഇതുപോലെയാണ് ഒരു മ്യൂസിക് ഒരു സ്ഥലത്തിൽ നല്ല പാട്ട് കേൾപ്പിച്ചിട്ട് ഇന്ദ്രിയത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് ഇവിടുന്ന് വേടൻ അമ്പ് ചെയ്ത് മാനിനെ കൊല്ലണു. എന്താ, ഒരു ഇന്ദ്രിയത്തിന് അത്ര പവർഫുള്ളായിട്ടുള്ള മാന്, ആ മാന് മരിക്കാൻ കാരണം ദാറ്റ് ഇന്ദ്രിയം, ആ ഇന്ദ്രിയത്തിൻ്റെ ശക്തി തന്നെയാണ് ആ മാനിന് ഹാനി ഉണ്ടാക്കി കൊടുത്തത്. അല്ലേ, ആ മാനിന് ഹാനി ഉണ്ടാക്കി കൊടുത്തത് ആ ഇന്ദ്രിയ ശക്തിയാണ്. അതുപോലെ നമ്മൾ അനുകൂലം എന്ന് കാണുന്ന ചില സ്ഥലത്ത് പോയി നമ്മൾ സ്റ്റേ ചെയ്യും, കുറച്ച് നേരം സ്റ്റേ ചെയ്യും. എത്ര നേരം സ്റ്റേ ചെയ്യുമെന്ന് വെച്ചാൽ, എപ്പോൾ അവിടെ നിന്ന് പ്രതികൂല അവസ്ഥ വരണോ അതുവരേക്കും സ്റ്റേ ചെയ്യും. ആ പ്രതികൂല അവസ്ഥയിൽ നിന്ന് നമ്മൾ പതുക്കെ എന്ത് ചെയ്യും, അടുത്ത സെൻറ്ററിലേക്ക് പോയി നോക്കും. അല്ലേ, ചിലർക്ക് വാടക വീട് പോലെ, വാടക കൂടുമ്പോൾ അടുത്ത വീട്ടിലേക്ക് പോകും.
അടുത്ത വീട്ടിലേക്ക് പോകും, ഈ വീട്ടിനെ കുറ്റം പറയും, ഈ വീട്ടിലെ ആൾക്കാരെ കുറ്റം പറയും. അപ്പോൾ ഇത് സാധാരണ മൃഗങ്ങളുമുള്ള ശാസ്ത്രീയം അല്ലേ, ഇത് സാധാരണ മൃഗങ്ങൾക്കുമുള്ള സ്വഭാവം തന്നെയാണ്. ഈ ജീവജാലങ്ങൾ മുഴുവൻ പ്രതികൂലം വരുമ്പം മാറണു, അനുകൂലം വരുമ്പോൾ അടുത്തേക്ക് വരണു. പക്ഷെ ഈ അനുകൂലം, ഇന്ദ്രിയ വേദ്യമായിട്ടുള്ള ഈ അനുകൂലം ഉണ്ടല്ലോ, അത് വലിയ ദുഃഖത്തെ തരും എന്നാണ് ഭഗവാൻ പറയണത്. അതുകൊണ്ട് ആ ദുഃഖത്തെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ അതാതു ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മജിജ്ഞാസ വേണം. ആ ബ്രഹ്മജിജ്ഞാസയ്ക്ക് എന്താ ഒരു അധികാരം? ഇനി ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ എന്തിനു ശേഷം ബ്രഹ്മജിജ്ഞാസ എന്നാൽ ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ പരിഹാരമില്ല എന്ന് കാണുമ്പോൾ ഇനി ബ്രഹ്മജിജ്ഞാസ, സത്യത്തെ അറിയാനൊരു ജിജ്ഞാസ. ഇല്ലെങ്കിൽ ശമതമാദി സാധനാഷഡ്ഗം, സാധനാ സാമഗ്രികളെല്ലാം പാകപ്പെട്ടതിന് ശേഷം ഇനി ബ്രഹ്മജിജ്ഞാസ. എന്താ 6 സാധനാ ഷഡ്ഗം ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ ശമം, ദമം, ഉപരതി, തിതീക്ഷ, ശ്രദ്ധ, സമാധാനം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഓട്ടം കുറയൽ, അതിനാണ് ശമം എന്ന് പറയുന്നത്. ശമിക്കുക എന്ന് പറയുന്നത് മനസ്സ് പോകാതിരിക്കില്ലേ, മനസ്സ് അടങ്ങിയാൽ ശമനം, മനസ്സ് വിക്ഷേപമായാൽ താപം. മനസ്സിൻ്റെ ശമനമാണ് ശമം, മനസ്സിൻ്റെ വിക്ഷേപം താപം. ഇനി ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഓട്ടം കുറയൽ. ഇന്ദ്രിയം വെളിയിലേക്ക് ഓടുന്നതിനെയാണ് സംസാരം എന്ന് പറയുന്നത്, ഇന്ദ്രിയം ഉള്ളിലേക്ക് അടങ്ങുന്നതിനെയാണ് ദമം എന്ന് പറയുന്നത്. ഉപരതി, ഈ ശമം ദമം വന്നാൽ തന്നെ നമുക്ക് ഉപരതി വരും. അതുകൊണ്ട് ഈ ശമദമത്തിൻ്റെ ഫലമാണ് ഉപരതി എന്ന് വെച്ചാൽ പുറം വിഷയത്തിനോടുള്ള ആസക്തിയൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരിക. ഈ സുഖാനുഭവം, സുഖത്തിനോടും ദുഃഖത്തിനോടുമൊക്കെ ഒരേപോലത്തെ ഒരു സമീപനം വരിക അല്ലേ. തണുപ്പിനോടൊരു സമീപനം, ചൂടിനൊരു സമീപനം അല്ലേ. നല്ല തണുപ്പ് വന്നാൽ ചൂട് വേണമെന്ന് ആഗ്രഹിക്കുന്നു, നല്ല തണുത്ത അന്തരീക്ഷത്തിൽ പോയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ, ഹീറ്റർ വേണം അവിടെ. എന്നാൽ നല്ല ചൂടുള്ള സ്ഥലത്ത് കൂൾ വാട്ടർ വരുന്ന സ്ഥലം വേണം. മനസ്സ്, ഇന്ദ്രിയം എപ്പോഴും വിപരീത ദിശയിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ എന്താണോ അതിന് അക്സെപ്റ്റ് ചെയ്യാനേ വയ്യ, വിപരീതം വിപരീതം നോക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ. ഇവിടെ നിന്ന് അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ശമം ദമം ശരിയായ രീതിക്ക് നടന്നാൽ ഉപരതി അവിടെ വരും. പിന്നെ തിതീക്ഷ, തിതീക്ഷ എന്ന് പറഞ്ഞാൽ സഹനം. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് സഹിക്കാൻ പറ്റണം അല്ലേ. സഹനത്തിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ഇന്നുള്ള കുടുംബജീവിതം കൂടുതലും തകരാൻ കാരണം സഹനശക്തിയില്ല. ചെറിയ കാര്യത്തിന് പ്രശ്നം, ഒരു വെള്ളത്തിൽ പൊടി കിടന്ന് അന്നത്തെ ഒരു 10 ദിവസം അടി വീട്ടിൽ അല്ലേ. എവിടെ പോയി നമ്മൾ ധർമ്മം? ഭാര്യയെ അടിക്കണു, ഭർത്താവിനെ തിരിച്ചടിക്കണു, ചീത്ത പറയണു. ഇതാണോ നമ്മുടെ സംസ്കാരം അല്ലേ. തിതീക്ഷ വേണം, എന്തൊക്കെ ആയിക്കോട്ടെ അല്ലേ. പരം തപഹ അല്ലേ. അർജുനനെ പോലും കൃഷ്ണൻ പാർത്ഥ എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ കുന്തിയുടെ പുത്രനാണ് അല്ലെ. കുന്തി നമുക്ക് വലിയൊരു സഹനശക്തിയെ കാണിച്ചു തരും. സഹനശക്തി അല്ലേ. എത്ര സഹിച്ചു. ചെറുപ്പക്കാലം തൊട്ടേ കുന്തി എന്തൊക്കെ കേട്ടു, എന്തൊക്കെ അപവാദങ്ങൾ കേട്ടു അല്ലേ. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ശരിയാവുമോ? അതുമില്ല, അത് ശീലമായി. അവസാനം കുന്തിദേവി തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ ഭഗവാനെ, ദുഃഖം തരൂ ഭഗവാനെ എന്ന് വെച്ചാൽ ദുഃഖം തരുമ്പോൾ അതിൻ്റെ പരിഹാരം എനിക്ക് തൊട്ടടുത്ത് വരണം അല്ലേ. നല്ല സുഖമായിട്ടിരിക്കുമ്പോൾ ആരോ ഈശ്വരാ രക്ഷിക്കൂ എന്ന് പറയോ. ഏതോ ഒരു ദുരവസ്ഥ വരുമ്പോൾ ഈശ്വരാ രക്ഷിക്കൂ ഭഗവാനെ എന്ന് പറയണം അല്ലേ. ദുരവസ്ഥ നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കണോ, സുഖാവസ്ഥ നമ്മളെ ഈശ്വരിൽ നിന്ന് അകറ്റണം. അതുപോലെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റണം. ഇന്ദ്രിയം എന്താ? സുഖത്തെ തേടണു അല്ലേ, ബാഹ്യ സുഖത്തെ തേടണു. ഈ ബാഹ്യ സുഖമെല്ലാം നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റിക്കൊണ്ടേയിരിക്കണു. ദുഃഖമുണ്ടല്ലോ ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഈശ്വരനോട് അടുക്കുന്നത് ദുഃഖം വന്നുകൊണ്ടാണ്. അല്ലാതെ അതീവ സുഖമുണ്ട് എനിക്ക് ഈശ്വരനെ വേണം എന്ന് ആരും പറയണില്ല.
ദുഃഖത്തിൻ്റെ പടൽ. എത്ര വലിയ വീട് കൊട്ടാരം വെച്ച് രാജാവിനെ പോലെ കഴിഞ്ഞാൽ കൂടെയും ഒരു തൃപ്തി വരില്ല ആൾക്ക്. എന്താ തൃപ്തി വരാത്തത്? ഭഗവാനില്ല. അപ്പൊ ഭഗവാൻ അടുത്ത് വരണം. ഭഗവാൻ അടുത്ത് വരണം. എന്താ യോഗ്യത എന്ന് വെച്ചാൽ ഈ പിടിച്ചു വച്ചിരിക്കുന്നതിനൊക്കെ കളയുക. അജ്ഞാനത്തിനെ അങ്ങോട്ട് നീക്കം ചെയ്യുമ്പോൾ ഭഗവാൻ സ്വയമേവ മാനിഫെസ്റ്റ് ആവും അല്ലേ? അപ്പൊ ശമം, ധമം, തിതീക്ഷ. ഇപ്പോ പാഞ്ചാലി, ദ്രൗപദിയെ തന്നെ എടുക്കാം. എന്തുമാത്രം സഹനശക്തിയാണ്! കാരണം തൻ്റെ മക്കളെയെല്ലാം വധിച്ചു, തൻ്റെ മക്കളെ വധിക്കപ്പെട്ടു. അതിന് കാരണമായ അശ്വത്ഥാമാവിനെ തൂക്കി പൊക്കിയെടുത്ത് അർജുനനും കൃഷ്ണനും കൊണ്ട് മുമ്പ് നിർത്തിയപ്പോൾ പറയാണ്, എൻ്റെ മക്കള് എനിക്ക് നഷ്ടമായപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചോ അതുപോലെ ഈ കുട്ടി നഷ്ടമായാലും ഇതിൻ്റെ അമ്മ വിഷമിക്കും. അതുകൊണ്ട് വിട്ടേക്കു കൃഷ്ണ, വിട്ടേക്കു അർജുന എന്ന് പറഞ്ഞു. നോക്കൂ, ഈ സഹനശക്തി, വിട്ടുകൊടുക്കൽ. ഈ വിട്ടുകൊടുക്കൽ ആർക്കുണ്ടോ അവന് ശാന്തിയുണ്ട്. ആരൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലയോ അവന് ശാന്തിയല്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യനുണ്ട്. കുറേ കാലം ഒരു ഗുഹയ്ക്കുള്ളിൽ തത്കാലത്തേക്കുള്ള ആഹാരപാചകമൊക്കെ ചെയ്ത് അവിടുത്തെ ഫലമൊക്കെ കഴിച്ച് ഒരു വനത്തിൻ്റെ ഇടയിലിരുന്നു. ഈ കുട്ടി ഒരു നാളേക്ക് കുറേ നാൾ ശേഷം ഈ വെളിയിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യാത്ര പോയപ്പോൾ വെളിയിൽ മുഴുവൻ അടി. ഒരാളെ അടിക്കണു, മറ്റേ അടിക്കും, ചീത്ത പറയണു. ഇത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് പുതിയൊരു അറിവല്ലേ. നേരെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി, നോക്കൂ സ്വാമി, അവിടെ 2 പേര് തമ്മിൽ ഇങ്ങനെ തല്ലണു, ചീത്ത പറയണു, എന്താ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അതാണ് ഷണ്ട എന്ന് പറഞ്ഞു. അതാണ് അടി, അതാണ് തർക്കം. അപ്പോൾ ഇത് തർക്കമോ ഷണ്ടയോ അതെന്താ? അപ്പോൾ ഗുരു എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്തൊരു കല്ലിരുന്നു. ഈ കല്ലെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ കല്ല് എൻ്റെത്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അത് നിങ്ങളത് വെച്ചോ, എന്താ കുഴപ്പം? അപ്പം ഗുരു പറഞ്ഞു, പോടാ, നിനക്ക് തല്ലുകൂടാ അറിയില്ല, നിനക്ക് ഷണ്ട കൂടാ അറിയില്ല. ഈ കല്ല് നിൻ്റേതെന്ന് പറയണം അല്ലേ? ഇത് എൻ്റേതെന്ന് ഞാൻ പറയുമ്പോൾ ഇത് നിൻ്റേതെന്ന് പറഞ്ഞാലാണ് ഷണ്ട വരണത് അല്ലേ? വിട്ടുകൊടുത്താൽ എവിടെ ഷണ്ട വരും? എല്ലാത്തിനെയും വിട്ടുകൊടുത്താൽ, എല്ലാത്തിനെയും വിഡ്രോ ചെയ്താൽ ഷണ്ടയ്ക്ക് കാര്യമേ ഇല്ല. ഷണ്ടയ്ക്ക് അവിടെ ഫലമേ ഇല്ല, അവിടെ ഷണ്ടയേ ഇല്ല അല്ലേ? ആ വിട്ടുകൊടുക്കാൻ നമ്മളെ പഠിപ്പിക്കണം. ഇപ്പം ആർക്കും ദ്രൗപദിയെ വേണ്ട, കുന്തിയെ വേണ്ട അല്ലേ? എല്ലാവരും ഹോട്ടലിൽ മന്തി മതി, കുഴിമന്തി അല്ലേ? ഇപ്പം കുന്തിയെ പഠിക്കണമെന്നോ മഹാഭാരതം പഠിക്കണമെന്നോ വേണ്ട, എല്ലാവരും ഓരോ ബോർഡ് കണ്ട് ഇറങ്ങിയിരിക്കണം. മന്തി, കുഴിമന്തി. അത് കഴിച്ചാൽ ഫലം എന്താണെന്ന് വെച്ചാൽ കുഴി മാന്തിയാൽ മതി, പിന്നെ അതിലേക്ക് പോവാം അല്ലേ? മാന്തി കൊടുത്ത് അത് അതിലേക്ക് വീണോളും അല്ലേ? അപ്പം ഇത് മതി. ആർക്കും സനാതന ധർമ്മം വേണ്ട, ആർക്കും ധർമ്മം വേണ്ട, ആർക്കും ഈശ്വരനെ വേണ്ട, ആർക്കും സഹനശക്തി എങ്ങനെ ഉണ്ടാവണമെന്ന് വേണ്ട. ഷണ്ട കൂടി നടക്കാം അല്ലേ? അപ്പോൾ തിതീക്ഷ, അങ്ങനെ തിതീക്ഷ വന്നാൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവും. ആ ശ്രദ്ധ എപ്പോൾ ഉണ്ടാവും എന്ന് വെച്ചാൽ മനസ്സ് ശമിച്ചാൽ തന്നെ ശ്രദ്ധ ഉണ്ട്. ഈ ശ്രദ്ധ എന്ന് പറയണത് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ അവധാരണ. ശാസ്ത്രത്തിനോട് ഒരു പ്രതികമ്പം, ഒരു അനുകമ്പം വരും. ഗുരുവാക്യം അപ്പം തന്നെ ഗ്രഹിക്കും അല്ലേ? എപ്പോൾ പാകപ്പെട്ട ഒരു ജീവൻ ഭാഗവതം കേട്ടാൽ ഗ്രഹിക്കണത് പോലെ. ശുശ്രൂഷിബിക് തക്ഷണാത്, ആ ക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കണം. കേട്ടപ്പോൾ തന്നെ തൃപ്തിയായി. എങ്ങനെ? പാകമായിരുന്നപ്പോൾ അല്ലേ? കല്ല് നല്ല ദോശക്കല്ല് നല്ല ചൂടായിരുന്ന ദോശ ചൂടാൻ എളുപ്പം അല്ലേ? അടിയിൽ തീ ഫ്ലെയിമേ കൊടുത്തിട്ടില്ല ദോശക്കല്ല്, എത്ര മാവ് ഒഴിച്ച് നോക്കൂ അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഈ വേദാന്തം കേൾക്കണുണ്ടല്ലോ, നിത്യനിരന്തരം ശ്രവണം ചെയ്യണു, പല ആചാര്യന്മാരിൽ നിന്നും ശ്രവണം ചെയ്യണു. എന്തുകൊണ്ട് ഫലമല്ലാത്തെന്ന് പറഞ്ഞാൽ ജ്ഞാനാഗ്നി അവിടെ കൊളുത്തിയില്ല അല്ലേ? പക്വമാവാനുള്ള അഗ്നി, താപം അവിടെ വന്നില്ല. രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഈ തത്വമെല്ലാം ഞാൻ കേൾക്കണു, ഭഗവാനെ ഒന്നും അറിയണില്ല, അനുഭൂതി എന്നൊരു രസം പറയണുണ്ടല്ലോ, അതെനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു, നീ ദുഃഖിച്ചു പോരല എന്ന് പറഞ്ഞു. നിന്റെ ദുഃഖം മതിയായില്ല നിനക്ക്. എപ്പോൾ ദുഃഖത്തിനൊരു അറുതി വരണോ, ശോകസ്യ ഹന്ത്രേ,
എപ്പോൾ ശോകത്തിന് അറുതി വരണോ അവിടെ ആത്മപ്രസാദം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധ വരും. ആ ശ്രദ്ധ നമുക്ക് സമാധാനത്തെ തരും. മനസ്സില്ലാത്ത അവസ്ഥ, ഇതാണ് സമാധാനം അല്ലേ? നമ്മൾ പറയും മനസ്സിന് സമാധാനമില്ല എന്ന് പറയുന്നത്. മനസ്സുള്ളപ്പോൾ സമാധാനം ഉണ്ടാവുമോ അല്ലേ? ഉറങ്ങിയപ്പോൾ എന്ത് സമാധാനം എന്ന് വെച്ചാൽ മനസ്സില്ല അവിടെ. ഉണർന്നപ്പോൾ ചിലരൊക്കെ പറയും നല്ല പാവമാണ് ഈ കുട്ടി ഉറങ്ങുമ്പോഴും പറയും അല്ലേ? ഉറങ്ങുമ്പോൾ നല്ല പാവമാണ് എന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് എന്താ മനസ്സില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഏതോ ഒരു ഭൂതം കൂടെ ഉണരണോ. ഏതാ? മനസ്സ് എന്നൊരു ഭൂതം അല്ലേ? ഉള്ളിലിരിക്കുന്ന ഒരു ഭൂതമാണത് അല്ലേ? ആ ഭൂതം എന്ത് ചെയ്യും? ഭാവിയെക്കുറിച്ച് ആലോചിക്കും, ഭൂതത്തിൽ നിൽക്കും, ഭൂതകാലത്തിൽ മുഴുവൻ നിൽക്കും, പാസ്റ്റിലേ നിൽക്കും അല്ലേ? ഇന്നാടത്ത് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, 10 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്തു, കൊറോണയ്ക്ക് ഒരു മാസ്ക് ചോദിച്ചിട്ട് ഇയാൾ തന്നില്ല. ഇങ്ങനെയൊക്കെ പറയും. ഭൂതത്തിൽ പോയി നിൽക്കുന്ന ഒരു ഭൂതമാണത്. അതുകൊണ്ടാണ് ഭൂതം, മനസ്സ് ഭൂതമാണ്. ആ ഭൂതത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഭൂതം എന്തെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ ഭൂതം നമ്മളെ പണിയാക്കി കളയും. അപ്പോൾ ഭൂതത്തിന് കൊടുക്കേണ്ട ഒരു പണിയുണ്ട്. എന്താ പണി എന്ന് വെച്ചാൽ ഭഗവത് നാമം കൊടുക്കുക അല്ലേ? അത് കണ്ട പൊരുളിനെ തേടലാണെങ്കിൽ തേടി ഒരു നാൾ കണ്ട പിന്നെ വീണ്ടും ബോറടിച്ചു പോകും. ഇത് കാണാൻ പറ്റാത്ത അലൗകികമായിട്ടുള്ള ബൗണ്ടറിയേ ഇല്ലാത്ത ഒരു പൊരുളിനെ, ഒരു നാമത്തിനെ, ഒരു പഞ്ചാക്ഷരത്തിനെ, ഒരു അഷ്ടാക്ഷരത്തിനെ നമ്മൾ ഇതിന് നിത്യനിരന്തരം അനുസന്ധാനത്തിന് വേണ്ടിയിട്ട് കൊടുത്താൽ, ഇത് പട്ടിയുടെ വാല് കുഴലിലിടാൻ വേണ്ടി കൊടുത്തു അത്ര ഒരാൾ. എത്ര കാലം കുഴലിലിട്ട ഇതൊന്നും ഓരുമില്ലേ? അതുകൊണ്ട് ഭൂതത്തിന് പണി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭൂതത്തിലും ഭാവിയിൽ നിൽക്കുന്ന ഭൂതത്തിന് നമ്മൾ ഭഗവത് നാമം എന്നൊരു പണി കൊടുക്കൽ, വലിയൊരു ധർമ്മത്തെ കൊടുക്കൽ, അനുഷ്ഠാനത്തിന് കൊടുക്കൽ. ഈ അനുഷ്ഠാനം എന്ത് ചെയ്യും? മനസ്സിനെ ഒരിടത്ത് നിർത്തും. ദാറ്റ് ഈസ് സമാധാനം. അത് നിന്ന് കഴിഞ്ഞാൽ ഈ അനുഷ്ഠാനത്തിന് അങ്ങനെ എടുത്ത് മാറ്റിയാലും മനസ്സ് ശീലിക്കും. ഏതൊന്ന് ശീലിച്ചോ അത് നടക്കൂലേ? ഇപ്പോൾ ചേട്ടന്, മുതിർന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഡാ 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 എന്ന് വിളിച്ച് പഴകിയവന് ചേട്ടാന്ന് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ കൂടെ വിളിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ശീലമായി പോയി. പിന്നെ ചേട്ടാന്ന് വിളിക്കണമെങ്കിൽ എടാ ചേട്ടാന്ന് വിളിക്കേണ്ടി വരും അല്ലേ? പിന്നെ എടാ ചേട്ടാന്ന് വിളിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ ശീലിച്ചു പോയി നമ്മൾ. അപ്പോൾ ഭഗവത് നാമം പറഞ്ഞ് ശീലിച്ച് മനസ്സിനെ ഒരിടത്ത് നിർത്തി ശീലിച്ചാൽ മനസ്സിന് സമാധാനം ഉണ്ടാവും. അപ്പോൾ നാമം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ സമാധാനമാക്കി മാറ്റണം. ഒരു സ്ഥലത്ത് നിശ്ചിതമായിട്ട് സമസ്ഥിതിയെ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വന്നിരിക്കണു. ഇപ്പോൾ അർജുനന് സമാധാനക്കേട് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അജ്ഞാനത്തിൽ നിൽക്കണമെന്നൊരു സമാധാനക്കേട്, ആ സമാധാനക്കേടിൽ നിന്നും ഭഗവാൻ അർജുനനെ ഉയർത്താൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് അർജുനൻ മൗനത്തിൽ പോയി അവിടെ ഇരുന്നു അത്ര. ഇനി എനിക്ക് ശാശ്വതമായ പരിഹാരം കിട്ടാതെ ഞാൻ ഒരടി മുന്നോട്ട് എടുത്ത് വയ്ക്കില്ല, ജ്ഞാനമല്ലാതെ അല്ലേ? ഇതാണ് ഒരു സാധകൻ്റെ ലക്ഷണം. ഇനി എനിക്ക് പരമാത്മ വസ്തുവിനെ തരാതെ ഭഗവാനെ ഞാൻ ഒരു പടി മുന്നോട്ട് പോവില്ല. എൻ്റെ ശരീരം അങ്ങോട്ട് ശോഷിച്ചു പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞു പലരും. നാവുക്കരസ്ഥർ സ്വാമി ഈ ശരീരമേ പോട്ടെ മുറിവേൽപ്പിച്ചു, തലയിൽ ചൂട് കട്ട ചുമന്ന് നിന്നു, നടു റോഡിൽ നിന്നു, ചൂടത്ത് നിന്നു, എന്തൊക്കെ വന്നോട്ടെ, ഈ ശരീരം തന്നെ അങ്ങോട്ട് ഇല്ലാതായിപ്പോട്ടെ, ഉരുകിപ്പോട്ടെ, എനിക്ക് ഭഗവാനെ എനിക്ക് വേണം ഭഗവാനെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശരണാഗതി, ദാറ്റ് ഈസ് ശരണാഗതി. ഇതൊന്നും എൻ്റേതേ അല്ല. ശ്രീരുദ്രത്തില് ചമകത്തില് എല്ലാം എൻ്റേത്, എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ ഭഗവാനെ, ചമേ 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 എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവസാനം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യജ്ഞേന കൽപ്പേതാം. എല്ലാം യജ്ഞമാരാ? ഈശ്വരൻ തന്നെയാണ് യജ്ഞം. ഈശ്വരന് തന്നെ ഞാൻ താ കൊടുക്കുകയാണ് ഭഗവാനെ. ഇതെല്ലാം യജ്ഞേന കൽപ്പന്താം. അവസാനം യജ്ഞം യജ്ഞേന കൽപ്പേതാം. ചില വലിയ യാഗശാലയൊക്കെ കെട്ടി 10-41 ദിവസത്തെ യാഗങ്ങളൊക്കെ നടന്നതിന് ശേഷം അവസാനത്തെ പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ യാഗശാലയും കൂടെ അതേ അഗ്നി കൊണ്ട് കത്തിക്കും. അഗ്നി മാത്രം നിൽക്കുന്നത് പോലെ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരു ശ്രീരുദ്രമോ ചമകോ കൂടെ നമുക്ക് എന്ത് തരുമെന്ന് വെച്ചാൽ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിനുള്ള വഴി കാട്ടും അല്ലേ? അല്ലാതെ ചമകം എന്ന് പറഞ്ഞാൽ ഏതോ തരൂ 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 എന്ന് പറയുന്നത് മാത്രമല്ല,
ഇതൊന്നും ആരും മോഹിക്കണ്ട. ആഗ്രഹിക്കണതെല്ലാം നാളെ ദുഃഖത്തെ തരൂ. ഭഗവാന്റെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കൂ, തരൂന്ന്. എന്തൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കണോ അതിനെല്ലാം ഫ്രീ കിട്ടും. പണ്ടൊക്കെ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടുമല്ലോ, അതുപോലെ ഫ്രീ കിട്ടും. എന്താണെന്ന് വെച്ചാൽ ദുഃഖം ഫ്രീ. അറ്റാച്ച്ഡ് ബാത്റൂം പോലെ അറ്റാച്ച്ഡ് ദുഃഖം ചോദിച്ച് വാങ്ങിക്കണതിനെല്ലാം. അതുകൊണ്ട് ചമയെ എന്ന് പറഞ്ഞ് വാങ്ങിക്കണതിനെല്ലാം യജ്ഞേന കൽപ്പയതാം, ഭഗവാന് കൊണ്ട് അർപ്പിച്ചു കൊടുക്കുക. കൽപ്പയതാം എന്ന് വെച്ചാൽ അർപ്പയതി, കൽപ്പനയാണ്. ഈ കൽപ്പന എന്താന്ന് വെച്ചാൽ അർപ്പണമാണ്. ഭഗവാനെ കൊണ്ട് സമർപ്പിക്കൂ. ആ സമർപ്പണമാണ് ശരണാഗതി എന്ന് പറയുന്നത്. ആ ശരണാഗതി ചെയ്തപ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിക്കാൻ തുടങ്ങി. സഞ്ജയം പറയാണ്, സഞ്ജയ ഉവാച ഏവം ഉക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ ന യോത്സ്യയിതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഏവം ഉക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ, പരമമായ തപസ് ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള പരമതപനായിട്ടുള്ള ഗുഡാകേശനായിട്ടുള്ള, അല്ലെ, ഉറക്കത്തിനെ കൂടെ ജയിച്ചവൻ. അല്ലെ, 10 നാൾ നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? അർജുനൻ ഉറക്കത്തിനെ ജയിച്ച് തപസ് ചെയ്തവൻ. 10 നാളൊന്നും വേണ്ട, ഒരു സത്സംഗം 1 മണിക്കൂർ തീരണവരെ ഉറങ്ങാതിരിക്കാൻ എത്ര പേർക്ക് പറ്റും? സത്സംഗത്തിലൊക്കെ വന്നാൽ നല്ല ഉറങ്ങണവരെ കാണണമെങ്കിൽ സത്സംഗത്തിലൊക്കെ വരണം. അല്ലേ, ഒരു സ്ലീപ്പിംഗ് പിൽസാണ്. അല്ലെ, സത്സംഗത്തിൽ ഒരു മന്ത്രം അങ്ങോട്ട് കേട്ട് തുടങ്ങിയാൽ ചിലർ സുഖ ഉറക്കം വരും. എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് പിൽസാണ്. ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉറങ്ങണതെന്ന് ആലോചിച്ച് നോക്കുന്നത്. ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉറങ്ങുമോ നമ്മൾ? എപ്പോഴാണ് ഉറങ്ങണത് നമ്മളെന്ന് വെച്ചാൽ മനസ്സെപ്പോൾ അസ്തമിക്കണോ അപ്പോൾ ഉറങ്ങണം. സത്സംഗം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ ഇല്ലാതാക്കണോ? അല്ലേ, മനസ്സിനെ ഇല്ലാതാക്കിയാൽ ഇനി ഏതൊരു പ്ലെയിനിലെ നമ്മൾ പോണത് ആ പ്ലെയിനിലേക്ക് പോകും നമ്മൾ. ചിലർ ആ മനസ്സിനെ ഇല്ലാതാക്കി പരിപാകപ്പെട്ടാൽ പരമാത്മ ലക്ഷ്യത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ പരമാത്മ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിവുള്ളതായിട്ടുള്ള ഗുഡാകേശനായിട്ടുള്ള പരംതപനായിട്ടുള്ള അർജുനൻ കൃഷ്ണനോട് പറയാണ്. എന്താ പറയണതെന്ന് വെച്ചാൽ, ഇനി ഞാൻ യുദ്ധം ചെയ്യണില്ല കൃഷ്ണ, ഇനി പരമാത്മമായിട്ടുള്ള വിഷയം എനിക്ക് കിട്ടാതെ ഞാൻ ഒരടി എടുത്ത് മുന്നിൽ വയ്ക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണ്. തൂഷ്ണീം ബഭൂവ, നിശ്ചയമായിട്ടും ഞാൻ നിശ്ചയമായിട്ടും ഇവിടെ ഇരിക്കണു. എന്ന വാക്കിന് നിശ്ചയം എന്നർത്ഥം. അപ്പം ശത്രുവിനെ തപിപ്പിക്കാൻ കഴിവുള്ളവൻ എന്നത്, പരമമായ ശത്രുക്കളെ പോലും തപിപ്പിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള അർജുനൻ എന്ത് ചെയ്യണു? കൃഷ്ണനോട് പറയണേ, കൃഷ്ണ എനിക്ക് പറ്റില്ല. ഇവിടെ കൃഷ്ണനെ ഹൃഷീകേശം എന്ന് പറഞ്ഞു. ഹൃഷീകം എന്ന വാക്കിന് ഇന്ദ്രിയം എന്നർത്ഥം. അല്ലേ, ഋഷികേശ് അല്ല, ഋഷികേശ് വേറെ, ഇത് ഹൃഷീകേശ. ഹൃഷീകേശൻ എന്ന വാക്കിന് ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഇന്ദ്രിയത്തിനെ ജയിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ദ്രിയത്തിനെ അടക്കലാണ് ഇന്ദ്രിയത്തിനെ ജയിക്കൽ. അല്ല, ഇന്ദ്രിയം ഒരു കാര്യം പറഞ്ഞു, അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് പിന്നാലെ പോയി അതിനെ നേടുകയല്ല ഗുഡാകേശം അല്ലെ ഹൃഷീകേശം എന്ന് പറയുന്നത്. ഇന്ദ്രിയത്തിനെ ജയിക്കലാണ് ഹൃഷീകേശം. ഇന്ദ്രിയത്തിനെ ജയിച്ചവനായിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ അർജുനൻ എന്താ ബാധിച്ചിരിക്കുന്നത്? ഇന്ദ്രിയത്തിനെ മുഴുവൻ ഉണക്കി വരട്ടുന്ന പോലത്തെ ദുഃഖം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, ഹൃഷീകേശനായിട്ടുള്ള കൃഷ്ണൻ. ഗുരുവിനെ മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൃഷീകേശനാണ് കൃഷ്ണൻ. അതുപോലെ ഗോവിന്ദ എന്ന വാക്ക്, ഗോഹോ വിന്ദയതി ഇത് ഗോവിന്ദ. ഗോഹോ എന്ന് വെച്ചാൽ പരമാർത്ഥമായിട്ടുള്ള പദം. നാരം അയണം, നാരം പരമാത്മ വിഷയകം. അല്ലേ, നാരം എന്ന് പറഞ്ഞ പരമാത്മമായിട്ടുള്ള വിഷയം. ഒരു നാര്, ഒരു ത്രെഡ്, ആ ത്രെഡിൽ പിടിച്ച് ആ നാരിൽ പിടിച്ച് പോയാൽ നമുക്ക് പരമാത്മത്തിലെത്താം. അല്ലേ, നാര അയനം. അല്ലേ, അയണം അല്ല അയനം, നാരം അയനം. എപ്പോൾ ആ നാരിൽ പിടിച്ച് നമ്മൾ അയനം ചെയ്യണോ അപ്പോൾ നമ്മൾ പരമാത്മമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണോ. അതുകൊണ്ട് ആ വാക്കിനെ ഉപദേശിക്കണം. ഗോഹോവിന്ദ യതി ഗോവിന്ദ. അല്ലേ, സർവോപനിഷദോ ഗാവോ ഗോദ ഗോപാലനന്ദനഃ
പാർത്ഥോ വത്സസുതിർഭോക്ത ദുഗ്ധം ഗീത അമൃതം മഹത്. സർവ ഉപനിഷത്ത്, ഉപനിഷത്താകുന്ന സാരം അല്ലേ, ഉപനിഷത്തിനെ അറിയണവൻ, പരമാത്മ വിഷയത്തിനെ അറിയണവനായിട്ടുള്ള കൃഷ്ണ, അങ്ങേ ഞാൻ ശരണാഗതി ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. ഞാൻ പഠിച്ചതൊന്നും എനിക്കിവിടെ പ്രയോഗത്തിന് വന്നിട്ടേ ഇല്ല എന്ന് പറയണു. ഒരാൾക്ക് ഇനി സത്യബോധമാണ് വേണ്ടത്, ഇനി വസ്തുബോധം വേണം അല്ലേ. നിത്യ അനിത്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കൊടുക്കണില്ലേ, ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടിയെ പോലെ ഇരുത്തി ഇത് നിത്യം, ഇത് അനിത്യം, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഒരു കുട്ടിയെ വിളിച്ചിരുത്തി പറയുന്നത് പോലെ അർജുനനെ ഇനി പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഇത് നിത്യം, ഇത് അനിത്യം. നിത്യം ശാശ്വതമായത്, അനിത്യം ഒരു കാലത്തും ഇല്ലാത്തത്. ഇതൊക്കെ കൃഷ്ണൻ ഉപദേശിക്കാൻ പോവാണ്. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരതാം സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. ഇത് കേട്ട്, ഈ നാടകം കണ്ട കൃഷ്ണൻ പ്രഹസന്നിവ ഭാരത, ഒന്ന് ചിരിച്ചു അത്രേ, ഒന്ന് പരിഹസിച്ച് ചിരിച്ചു എന്ന ഒരു അർത്ഥം എടുക്കാം. പക്ഷേ വേറൊന്ന്, നീ എന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ചല്ലോ എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്ന് വെച്ചാൽ ഫ്രണ്ടായിട്ട് നിന്ന് നമുക്ക് ഉപദേശിക്കാനേ പറ്റില്ല. എത്ര വലിയ ഗുരുവായിക്കോട്ടെ, എത്ര വലിയ നാടുനഴി മുഴുവൻ ഉപദേശിക്കണവരായിക്കോട്ടെ, ഒരു ഫ്രണ്ടായിട്ട് ഉപദേശിക്കാനേ സാധ്യമല്ല അല്ലേ. ഫ്രണ്ട്സിന് എപ്പോഴും എടാപ്പോടാന്ന് വിളിച്ച് അവരെ കൂട്ടത്തിന് നിൽക്കണം. എപ്പോ എനിക്ക് പരമാത്മമായിട്ടുള്ള വിഷയത്തെ തരേണ്ടവനാണ് ഇവൻ എന്ന് കരുതി ഇനി നീ എനിക്ക് ഗുരുവാണെന്ന് ആര് കൽപ്പിക്കണോ, ദാറ്റ് ഫ്രണ്ട് എന്നൊരു കൽപ്പന അങ്ങോട്ട് മാറും. ഇപ്പോൾ മഹാഭാരതത്തിൽ വരും ഒരു കഥ. സപ്തഋഷികളെല്ലാം കൃഷ്ണനെ കാണാൻ വരികയാണ്. അപ്പോൾ കൃഷ്ണനെ കണ്ട് കുറച്ച് നേരമൊക്കെ സംവാദം കഴിഞ്ഞ് ഈ സപ്തഋഷികൾ അങ്ങോട്ട് നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഈ കൃഷ്ണൻ, വസുദേവർ എന്ത് ചെയ്തു, കൃഷ്ണൻ്റെ അച്ഛൻ, പിതാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓടിപ്പോയി അങ്ങോട്ട് കാലിൽ വീണു, നമസ്കാരം ചെയ്ത് എനിക്ക് പരമാത്മ ലക്ഷ്യത്തെ ഉപദേശിക്കൂ, പരമാത്മ വിഷയത്തിനെ ഉപദേശിക്കൂ, ബ്രഹ്മോപദേശം തരൂ എന്ന് പറഞ്ഞിട്ട് പിറകെ കാല് പിടിച്ചപ്പോൾ ഈ ഋഷികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചിരിച്ചു അത്രേ. കാരണം ഈ ഋഷികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സ്വന്തം മോൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് അല്ലേ അല്ലേ, സ്വന്തം മോൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തു, ആ സപ്തഋഷികളുടെ അടുത്ത് പോയിട്ട് വീഴണോ നോക്കൂ. സ്വന്തം വീട്ടിൽ കൂടെയും ബ്രഹ്മവിത്തായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ കൂടെയും നമുക്ക് അതിനെ കാണാൻ സാധ്യമല്ല അല്ലേ. അതിനെ കാണാനുള്ള പക്വം നമ്മളായില്ലെങ്കിൽ കാണില്ല അല്ലേ. വീട്ടിൽ തന്നെ നമ്മളെ ഉയർത്താനുള്ള ഗ്രന്ഥമൊക്കെ ഇരിക്കും. ആ ഗ്രന്ഥം കൈകൊണ്ട് തൊടണമെങ്കിൽ യാവൻ അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വര താവൻ സത്കുരും കശ്ചിത് ശാസ്ത്രം വാപിനോ ലഭേത്. അത് അനുഗ്രഹം ഇല്ലെങ്കിൽ തൊടാൻ കൂടെ പറ്റില്ല, ഒന്ന് പൂടാൻ കൂടെ പറ്റില്ല. അത് പൂടണമെങ്കിൽ കൂടെ അനുഗ്രഹം വേണം അല്ലെ. ഭാഗവതം എന്ന് പറഞ്ഞാൽ കൂടെയും ശാശ്വതമായ പരിഹാരം കിട്ടും. കാരണം അത് പ്രത്യക്ഷ കൃഷ്ണയേവ, അത് പ്രത്യക്ഷ കൃഷ്ണനാണ്, പ്രത്യക്ഷ പരമേശ്വരനാണ്, ഈശ്വരനാണത്. പക്ഷെ എന്താ, അനുഗ്രഹം വേണം, അതിനെ കാണാനുള്ള അനുഗ്രഹം വേണം അല്ലേ. ഇവിടെ പ്രഹസന്നിവ ഭാരത, ഇവിടെ പരിഹസിച്ചു എന്നുള്ള അർത്ഥമല്ല, നീ എന്നെ ഗുരുവായിട്ട് കണ്ടല്ലോ, ശാശ്വതമായിട്ടുള്ള പരിഹാരം എനിക്ക് നിനക്ക് തരാൻ കഴിയും എന്നുള്ളൊരു ഭാവത്തിൽ കൃഷ്ണൻ ഒരു ചിരി. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത. ഇനിയാണ് കൃഷ്ണൻ്റെ വായിൽ നിന്നും ആ പരമാത്മമായിട്ടുള്ള ഗീതയാകുന്ന, ഉപനിഷത്താകുന്ന, ബ്രഹ്മവിദ്യയാകുന്ന ആ പാട്ട് കൃഷ്ണനാൽ പാടപ്പെടാൻ പോണത്. തുടർന്ന് നമുക്ക് അടുത്ത് കാണാം. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേധം രമണാഖ്യം അഹം അഹഹ ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ